രാവണന്റെ അശ്വങ്ങളും തേരും തകർന്നതിനാൽ രാവണൻ പുതിയ തേരിൽ വന്നു. ശ്രീരാമന് രഥമില്ലാത്തതിനാൽ ഇന്ദ്രൻ തൻ്റെ രഥവും തൻ്റെ സാരഥിയായ മാതലിയെയും ശ്രീരാമനടുത്തേക്ക് എത്തിക്കുന്നു. മാതലി ശ്രീരാമനോട് താൻ കാറ്റിൻ്റെ വേഗത്തിൽ രഥമോടിക്കുമെന്നും രഥത്തിൽ കയറിക്കൊള്ളാനും അറിയിക്കുന്നു. തന്നോട് തുല്യനായി നിൽക്കുന്ന രാമനെ കണ്ട് ഒരു നിമിഷം രാവണൻ അത്ഭുതപ്പെടുന്നു. ഇരുവശത്തു നിന്നും പെരുമഴ പോലെ അസ്ത്രങ്ങൾ പെയ്തു. എന്നാൽ യുദ്ധക്കളത്തിൽ ശ്രീരാമന് പഴയൊരു ആർജവം നഷ്ടപ്പെട്ട പോലെ തോന്നി. അത് വിഭീഷണന് മനസ്സിലാവുകയും ചെയ്തു. രാവണൻ ശൂലം പ്രയോഗിച്ചു. അതിനെ തടുക്കാൻ അസ്ത്രങ്ങൾ മതിയാകില്ല എന്നു മനസ്സിലാക്കി ശ്രീരാമൻ ശക്തി എന്ന വേൽ പ്രയോഗിച്ചു. ശൂലം മുറിഞ്ഞു. യുദ്ധത്തിനിടയിൽ രാവണന് ക്ഷീണമുണ്ടെന്ന് തോന്നിയ സാരഥി രഥം യുദ്ധക്കളത്തിൽ നിന്നും മാറ്റി. എന്നാൽ തെല്ലുനേരം ആലസ്യമൊക്കെ മാറിയപ്പോൾ രാവണൻ സാരഥിയോട് കുപിതനായി. എന്തിനാണ് തന്നെ അവിടെ നിന്നും മാറ്റിയത് എന്നും തനിക്ക് യുദ്ധത്തെ ഭയമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നും നീയും രാമനോടുള്ള താല്പര്യപ്രകാരമാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കേട്ട സാരഥി രാവണനോട് വിനീതമായി മറുപടി പറഞ്ഞു. രാമനോട് സ്നേഹമോ അങ്ങയോട് ദേഷ്യമോ ഉണ്ടായിട്ടല്ല താൻ പോർക്കളം വിട്ടത്. അങ്ങ് ക്ഷീണിതനാണെന്ന് തോന്നി. ഒരു സാരഥി അവൻ്റെ രഥത്തിൻ്റെ കുതിരകളുടെ തളർച്ചയും യജമാനൻ്റെ ക്ഷീണവും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും സ്ഥലങ്ങളെപ്പറ്റി ബോധവാനായിരിക്കണമെന്നും അറിയിച്ചപ്പോൾ രാവണൻ്റെ ക്രോധമടങ്ങി. സാരഥിക്ക് പാരിതോഷികമായി കൈവളയും നൽകി രാവണൻ. ഇന്നിനി പിന്നോക്കമില്ലെന്നുറപ്പിച്ച് രാവണൻ യുദ്ധക്കളത്തിലേക്ക് അടുത്തു. ക്രോധം മുഴുത്ത് രാമനും. അഗസ്ത്യാഗമനം. രാമൻ്റെ ഉന്മേഷം വീണ്ടെടുക്കാൻ ശ്രീരാമനടുത്തേക്ക് അഗസ്ത്യമുനി എത്തുകയും ആദിത്യഹൃദയ മന്ത്രം ഉപദേശിക്കുകയും ചെയ്തു. ശേഷം അഗസ്ത്യമുനി മറഞ്ഞു. ശ്രീരാമന് നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാൻ ആദിത്യഹൃദയ മന്ത്രം സഹായകമായി.